ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മൺഡേ മോട്ടിവേഷൻ ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ, കുറച്ച് ദിവസമായിട്ട് മൺഡേ മോട്ടിവേഷൻ നടക്കുന്നില്ല. എൻ്റെ സമയക്കുറവ് തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം, എൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, ഞാൻ മാക്സിമം ശ്രമിക്കുകയാണ്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇൻവോൾവാണ്. ഈ ഒരു ഓണത്തിൻ്റെ തിരക്കും, പിന്നെ മാത്രമല്ല മോള് പാർവതിയും ഫാമിലിയും വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വീടൊരുക്കൽ, അതിൻ്റെ കൂടെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് അഡ്വാൻസ് ചെയ്യണം. പിന്നെ നമ്മുടെ കുടുംബങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടി ആകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ അത് മോട്ടിവേഷൻ ബ്യൂട്ടി വ്ളോഗ് പോലും കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തില്ല. ഓക്കെ, എനിവേ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിന്ന കുറച്ച് വാർത്തകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ. അതിൽ ജനറലി പറയാനാണെങ്കിൽ, എപ്പോഴും നമ്മൾ വിവാഹത്തിനെക്കുറിച്ചുള്ള ടോപ്പിക് എടുക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് നമ്മളെപ്പോഴും വിവാഹത്തിനെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ, ഒരു മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതെന്താ പറയേണ്ടത്, അത് ലൈഫിലൊരു ഭയങ്കര ടേണിങ് പോയിൻ്റാണ്. അപ്പോൾ അത് എല്ലാവരും തന്നെ, ഇപ്പോൾ ഞാനിപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷമായിട്ട് സംസാരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട, പക്ഷേ പുരുഷന്മാരുടെ കാര്യത്തിനെക്കാട്ടിലും കൂടുതൽ സ്ത്രീകളാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. പക്ഷേ പുരുഷന്മാരും കുറേ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് വിവാഹത്തിലൂടെ. അപ്പോൾ എന്തായാലും വിവാഹം എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും വളരെ നല്ല നല്ല സ്വപ്നങ്ങളുമായിട്ടാണ്, ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ഖദർ മണ്ഡപത്തിലേക്കോ അതല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ പള്ളിയിലേക്കോ ഒക്കെ പോകുന്നത്. അങ്ങനെ തന്നെയാണ്. പക്ഷേ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ റിയാലിറ്റി ലൈഫ്, ദാറ്റ് ഈസ് റിയൽ ലൈഫ് ഇസ് ഡിഫറെൻ്റ് എന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ പുറമേ കാണിക്കുന്നതും പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ. ഇപ്പം നമ്മൾ തന്നെ ലൈഫിൽ, ഇപ്പം നിങ്ങൾ കാണുന്നു എൻ്റെ ലൈഫ് നിങ്ങൾ കാണുമ്പോൾ എല്ലാം കളർഫുള്ളാണ്. ചേച്ചി എപ്പോഴും ബിസി, അത് ഇത് കുക്ക് ചെയ്യുന്നു, വീട്ടുകാർക്കൊക്കെ എന്ത് ഭാഗ്യം, പുറത്തേക്ക് പോകുന്നു, കറങ്ങുന്നു. അത് വീട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയും ഭാഗ്യമാണോ അല്ലേ എന്നുള്ള കാര്യം. ഞാനത് പറയാൻ ആളല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായ മിസ്റ്റേക്സ് ഉണ്ടാകും, എൻ്റേതായ കുറവുകളുണ്ടാകും, ഒന്നും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ പക്ഷേ കുറവുകളും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കഴിയുന്നിടത്തോളം ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാത്ത ഒരാളാണ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. നമ്മുടെ സന്തോഷങ്ങളും നല്ല കാര്യങ്ങളുമാണ് കൂടുതലും ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ മേജറായിട്ടുള്ള എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അത് കുറച്ച് ദിവസം നമ്മൾ മാറി നിൽക്കുമ്പോഴോ എന്താണ് കാരണം എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമാണ് അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. എനിവേ, ഡേ ടു ഡേ ലൈഫിൽ എല്ലാവരുടെ വീടുകളിലും ബുദ്ധിമുട്ടുകളുണ്ടാകും, ഇഷ്യൂസ് ഉണ്ടാകാം, അല്ലേ, സങ്കടങ്ങളുണ്ടാകാം. എപ്പോഴും കളർഫുൾ അല്ല ലൈഫ്, അത് നമുക്ക് തോന്നുന്നതാണ് എപ്പോഴും കളർഫുള്ളാണെന്ന്. അല്ല, അങ്ങനെയല്ല, കളർഫുള്ളൊന്നും അല്ല. വിഷമങ്ങളുള്ള ദിവസം ഉണ്ടാവും, മൂഡ് മാറിയിരിക്കുന്ന ദിവസം ഉണ്ടാവും, ഭയങ്കര ഒരു ഒന്നിനും മൂടില്ലാത്ത ദിവസങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ കഴിയുന്നിടത്തോളം ഞാൻ പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം ഞാൻ എല്ലാവരോടും പറയും പോസിറ്റീവായിരിക്കും. നമ്മൾ എന്ത് നെഗറ്റീവ്സ് വന്നാലും നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം. ആ ഒരു പോളിസി തന്നെയാണ് എനിക്ക്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒരുപാട് കുട്ടികൾ ഐദർ സൂയിസൈഡ് ചെയ്യുന്നു, ആത്മഹത്യ ചെയ്യുന്നു, പിന്നെ കുട്ടികളുമായിട്ട് പോയി മരിക്കുന്നവരുണ്ട്, അല്ലാണ്ട് ഒറ്റയ്ക്ക് മരിക്കുന്നവരുണ്ട്, പിന്നെ ചില കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഭയങ്കരമായ. അപ്പോൾ ഇവിടെ എല്ലാം എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമുക്കിരുന്ന് സംസാരിക്കാം. ഓക്കെ, ഞാൻ പറയുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ എനിക്ക് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാവരും ആലോചിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും എല്ലാവരും, അങ്ങനെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും ഉപദേശിക്കുന്നത്. അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, വ്യക്തികൾ വ്യത്യസ്തരാണ്, ഓരോരുത്തരും ഓരോ രീതിയാണ്. ഇപ്പോൾ പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോൾ ചിലർ വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും, അവരെ ഒരു കാര്യവും ബാധിക്കില്ല. ചിലർ വളരെ ചെറിയ കാര്യത്തിൽ പോലും അപ്സെറ്റ് ആകും, അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല വിത്ത് സ്റ്റാൻഡ് ചെയ്യാനായിട്ട്. അവർ വളർന്നു വന്ന സാഹചര്യം, അവർ കുറച്ചുകൂടെ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കുറവായിരിക്കും. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ജനറ്റിക്കൽ കോമ്പിനേഷനിലും ഓരോരുത്തർ ക്യാരക്ടറാണല്ലോ, ഓരോ ക്യാരക്ടറിൽ വരുന്നത്. അപ്പോൾ വളരെ വീക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവും, മനസ്സുകൊണ്ട് പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നവരുണ്ടാവും, താങ്ങാൻ പറ്റാത്തവരുണ്ടാവും, ദുഃഖം താങ്ങാനായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും, തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. നമ്മൾ അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് എല്ലാവരോടും പറയാം നിങ്ങൾ അങ്ങനെ ചെയ്ത്, നിങ്ങളിങ്ങനെ സ്ട്രോങ് ആണ് എന്നൊക്കെ പറയാം. പക്ഷേ എത്രത്തോളം അത് ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇനിയുള്ള ജനറേഷനിലെങ്കിലും നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് സിസ്റ്റം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ രണ്ട് വ്യക്തികളുമായിട്ട് ഭാവിയിൽ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട കല്യാണം കഴിപ്പിച്ച് പോവുക, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടുക, അതിനപ്പുറത്തേക്ക് പ്രൊഫഷനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ സ്ട്രെങ്ത്, അവർക്ക് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അത് സ്ട്രോങ് ആക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കുക. അച്ഛനമ്മമാർ പൈസ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് പഠിച്ച് മിടുക്കരായിട്ട്
സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പുണ്ടാക്കി കൊടുക്കുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് പോകാൻ പറ്റുന്നൊരു അവസ്ഥ. അപ്പോൾ അതായത് അവർ ഒരു പല വീടുകളിലും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പോൾ വിവാഹം കഴിച്ച് പോയി കഴിയുമ്പോൾ അവർ ഡിപ്പെൻഡൻ്റ് ആവുകയാണ് പലപ്പോഴും. സ്വന്തമായിട്ട് ജോലിയോ വരുമാനമോ ഒന്നും ഇല്ലാണ്ട് ഒന്നുകിൽ ഹസ്ബൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരിക, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരോട് കൈ നീട്ടേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. അവിടെയും പോകാൻ പറ്റില്ല, ഇവിടെയും പോകാൻ പറ്റില്ല. കല്യാണം കഴിപ്പിച്ച് വിട്ടു, ഇനി എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ദുഃഖം പറയും, എങ്ങനെ ഞാൻ തിരിച്ചു പോകും, അവർക്കൊരു ബേർഡൻ ആവില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ദാറ്റ് ഈസ് വൺ തിങ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാവരെയും കുറിച്ച് ജനറലായിട്ട് പറയാൻ പറ്റില്ല. കാര്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഭയങ്കര പൈസക്കാരെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പൈസ ഉള്ളവരും ആകാം, മിഡിൽ ക്ലാസ് ആകാം, ലോവർ മിഡിൽ ക്ലാസ് ആകാം, കുറച്ചുകൂടി പാവങ്ങളും ആകാം. ഇങ്ങനെ വരുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ശക്തി തരുന്ന കാര്യം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. മണി ഈസ് എവറിത്തിങ് എന്ന് ഞാൻ ചില സമയം ആലോചിക്കാറുണ്ട്. കാരണം പൈസ ഇല്ലാത്തവൻ ഒന്നുമല്ല ഈ ലോകത്ത്. എന്നാൽ പൈസയാണോ ഇല്ലയെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പൈസ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലാണെങ്കിൽ നമുക്ക് നമ്മുടേതായ വരുമാനം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഒരു നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലും അവിടെ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തികമാണ്. കാര്യം ഇറങ്ങിപ്പോകാനൊരു സ്ഥലമില്ല. പോയാൽ എങ്ങനെ ജീവിക്കും? കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോയാൽ എങ്ങനെ ജീവിക്കും? ഒറ്റയ്ക്കാണെങ്കിലും എങ്ങനെ ജീവിക്കും? ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക, എപ്പോഴും സമൂഹം അത്ര ദയയുള്ള ആൾക്കാരല്ല. സമൂഹത്തിനെ നമുക്കങ്ങനെ ഭയങ്കര ജെൻറ്റിലായിട്ട് നമ്മൾ എടുക്കുന്ന എപ്പോഴും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എല്ലാവരും സപ്പോർട്ടീവായിട്ട് പറയുകയും കാണുകയും ഉപദേശിക്കുകയും, അയ്യോ ഞങ്ങൾ നേരത്തെ അറിഞ്ഞതെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഹെൽപ്പ് എന്നൊക്കെ പറയുമെങ്കിലും സമൂഹ മനഃസാക്ഷി എപ്പോഴും അത്രയും ജെൻറ്റിലല്ല, അത്രയും കൈൻഡല്ല, അത്രയും ദയ കാണിക്കില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെക്കുറിച്ചും ഒറ്റപ്പെട്ടുന്ന ആൾക്കാരെക്കുറിച്ചും അത്ര നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സംസാരിക്കില്ല. അവരെപ്പോഴും ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ധൈര്യമില്ല ഒറ്റയ്ക്ക് ഇറങ്ങി നിൽക്കാനും, ഒറ്റയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും, ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കാൻ. അപ്പോൾ വീട്ടുകാർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അവർക്ക് സപ്പോർട്ടില്ല, തരാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളവരുണ്ടാകാം. എന്നാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും. ചിലപ്പോൾ അവർക്കൊരു എന്താ പറയുക, സോഷ്യൽ സ്റ്റാറ്റസും അവരുടേതായ ചില ഈഗോസും ഒക്കെ കാരണം ചിലപ്പോൾ പറ്റാണ്ടിരിക്കാം. അവിടെ തന്നെ നിന്നോളൂ എന്നുള്ള പറയുന്നൊരു ആറ്റിറ്റ്യൂഡുള്ളവരുണ്ടാകും. അപ്പോൾ എല്ലാ രീതിയിലും ഒന്നും പറ്റാത്തൊരവസ്ഥ വരുന്ന ഒരുപാട് ഫാമിലീസിൽ ലേഡീസിന് ഇഷ്യൂസ് ഉണ്ടാകും. ഞാനിപ്പോൾ എനിക്ക് സത്യമായ ഭയങ്കര വിഷമം തോന്നി കുറേ മരണങ്ങൾ, റെയിൽവേ ട്രാക്കിൽ പോയി മരിച്ച 2 കുട്ടികളുമായിട്ടൊരു അമ്മ പോയി, അതൊക്കെ ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. ഞാൻ എപ്പോഴും അത് ആലോചിക്കുമ്പോൾ വിഷമിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയില്ല. അതൊന്നും എനിക്ക് എൻ്റെ സങ്കല്പത്തിൽ പോലും എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഇൻസിഡൻസാണ്. പക്ഷെ അത് എത്രത്തോളം ലൈഫിനെ വെറുത്തുകൊണ്ട് അല്ലെങ്കിൽ മടുത്തുകൊണ്ടായിരിക്കും ആ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള പോലെ അത് ചെയ്തതെന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ദൈവമേ, ഇത്രയും ക്രൂരരാണോ അല്ലെങ്കിൽ ഇത്രയും ക്രൂരതയാണോ നമുക്ക് ചുറ്റുമുള്ളതെന്ന് തോന്നും. ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആരും കടന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് ഡ്രസ്സ്, ആഭരണങ്ങൾ, കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ക്യാരക്ടർ ബിൽഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പരിശീലനം, അതിനുവേണ്ട പഠനം, അതിനുവേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്ത് പറഞ്ഞാലും വിവാഹം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിവാഹത്തിന് മുന്നേ അവർ സ്വന്തം കാലിൽ നിന്ന് അവർക്ക് സ്വന്തമായിട്ട് വരുമാനമുള്ളൊരു രീതിയിലായിട്ട് മാത്രം മറ്റൊരു കാര്യം ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും വേണ്ടത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. ഇനിയുള്ള കാലത്തേക്കുള്ള കാര്യമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറേ പേർക്കൊക്കെ പറ്റുമായിരിക്കും, കുറേ പേർക്ക് പറ്റില്ലായിരിക്കും. പക്ഷേ ഒന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് മാതാപിതാക്കളോട്, മക്കൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക. അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു എന്ന് പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്കി വിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് വിചാരിക്കരുത്. അങ്ങനെ അല്ല, ഒഴിവാക്കി വിടുകയല്ല, അവരോടൊരു വാക്ക് കൊടുത്തു വിടണം. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാവൂ. നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമാണെങ്കിൽ പ്ലീസ് കം ബാക്ക്, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുക. തിരിച്ച് വരാനായിട്ട്, അല്ല തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് വിടണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു എക്സ്ട്രാ ബലം കൊടുത്തിട്ട് അവിടെ ചെന്ന് എന്ത് തോന്നിയ ദിവസം കാണിച്ച് അവരുടെ ഭർത്താവായിട്ട് അടികൂടി വരണം എന്നല്ല. തീരെ വയ്യാത്തൊരവസ്ഥയിൽ അവർക്ക് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ മരണത്തിനപ്പുറത്തേക്ക് അവിടെ, അതായത് മരണത്തിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി നല്ലതല്ലേ വീട്ടിൽ വന്ന് നിൽക്കുന്നൊരു മോളാണെങ്കിലും കുഴപ്പമില്ല, ഡിവോഴ്സ് ചെയ്യാണെങ്കിലും കുഴപ്പമില്ല. അതൊരു വലിയ സ്റ്റിഗ്മയായിട്ട് വിചാരിക്കേണ്ട. ഇപ്പോഴത്തെ കാലത്ത് അതൊരു വലിയ സ്റ്റിഗ്മയല്ല, പണ്ടത്തെ കാലം പോലെയല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം. ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യണം. കാര്യം മരണം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമില്ല. നമ്മൾ സ്നേഹിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരുപാട് വിഷമങ്ങളും ട്രോമയും ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ മരണം വരെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും.
അപ്പോൾ അതിലേക്കൊന്നും തള്ളിവിടാതിരിക്കുക. എപ്പോഴും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു പ്രോമിസ്, ഞങ്ങളുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കൊടുക്കണം. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എനിക്കറിയാം അത് ചിലർക്കത് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ടാവാം, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട്. നിങ്ങൾ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് കൊടുത്താലും മതി. ഒരു കുട്ടിയുടെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മാത്രം വിചാരിക്കുക. അല്ലാതെ നാട്ടുകാരെന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, ബന്ധുക്കളെന്ത് പറയും, അവരൊക്കെ പറയുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. അവർ ലൈഫ് ലോങ് ഉണ്ടാവില്ല. ഇത് അനുഭവിക്കുന്നത് നമ്മൾ മാത്രമാണ്. ആ സമയത്ത് എല്ലാവരും കാണും, സിമ്പതി പറയാൻ ആൾക്കാരുണ്ടാവും, വന്ന് സമാധാനിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അവരെല്ലാം കുറച്ച് നാളേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ നാണക്കേടും കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ വിചാരിക്കുക നമ്മുടെ മക്കളാണ് ഏറ്റവും പ്രധാനം. നാണക്കേടോ സോഷ്യൽ സ്റ്റിഗ്മയോ സോഷ്യൽ സ്റ്റാറ്റസോ മറ്റുള്ളവരുടെ അഭിപ്രായമോ ഒന്നും കേൾക്കരുത്. ജസ്റ്റ് നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. വരുന്ന കാര്യങ്ങൾ അതനുസരിച്ച് നേരിട്ട് പോവുക, അത്രേ ഉള്ളൂ. കഴിയുന്നതും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ പഠനം അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ കൈത്തൊഴിലോ എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തരായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ സ്വന്തമായിട്ട് വരുമാനമുള്ള ഒരു മാർഗം കണ്ടെത്തിയിട്ട് മാത്രമേ ഒരു സ്റ്റെപ്പെങ്കിലും വീട്ടിൽ നിന്നും പുറത്തേക്ക് വയ്ക്കാവുള്ളൂ. അത് നിർബന്ധമാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പണമുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. പണത്തിൻ്റെ മീതെ ഒന്നുമേ ഇല്ല അപ്പുറത്തേക്ക്. ഇപ്പോൾ എന്താ പറയുക, നാണക്കേടുകൾ പോലും പണം മാറ്റും എന്നല്ലേ പറയുന്നത്. എന്തെങ്കിലും ഒരു നാണക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട സംഭവമോ ജീവിതത്തിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ചീത്തപ്പേരുണ്ടായാൽ പോലും അത് പണം മായ്ക്കും എന്നാണ് പറയുന്നത്. ആൾക്കാർ അത്രയേ ഉള്ളൂ, കുറച്ച് നാളേ ഉണ്ടാവുള്ളൂ പറയുന്നത്. അത് അവർ മാറ്റി ചിന്തിക്കും. ഇപ്പോൾ ഇന്ന് ചീത്ത പറയുന്ന ആൾക്കാർ നാളെ നല്ലത് പറയും, നല്ലത് പറയുന്ന ആൾക്കാർ നാളെ ചീത്ത പറയും. സോ അതൊരു ഫ്ലക്ച്വേറ്റിംഗ് ഒരു സാധനമാണ്. അത് കയറി ഇറങ്ങി പോകുന്ന ഒരു തിരമാലകൾ പോലെയാണ്. നമ്മളതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വിവാഹ ജീവിതത്തിൽ പോകുമ്പോഴും കുട്ടികളെ കൈപിടിച്ച് കൊടുക്കുമ്പോഴും കുറേ സ്വർണം വാരിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആഡംബരത്തിൽ കല്യാണം കഴിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ആ കുട്ടിക്ക് വേണ്ട ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പ്, തൻ്റെ ഇടം, ആ ഒരു ഇത്. പക്ഷേ ചെന്ന് വഴക്കുണ്ടാക്കാൻ അല്ല പറയുന്നത്. ആ തൻ്റെ ഇടം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാഷ്വാലിറ്റിയിൽ അവർക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കുക. ഇപ്പോൾ ആൺമക്കളുള്ള അച്ഛനമ്മമാരും ഭാവിയിലേക്കുള്ള നന്നായിട്ടും ആൺകുട്ടികളെ വളർത്തുക. പാർട്ട്ണർ വരുമ്പോൾ അവരെ ഈക്വൽ റെസ്പെക്റ്റ് കൊടുത്തിട്ട് സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കുക. ആരും ആരെയും ഓൺ ചെയ്യുന്നില്ല. നമ്മൾ ആരെങ്കിലും വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു അവകാശമോ അങ്ങനെയൊന്നുമല്ല. ഒരു പാർട്ട്ണർഷിപ്പാണ്, അതൊരു ഫ്രണ്ട്ഷിപ്പിലാണ് അത് ബേസ് ചെയ്യേണ്ടത്. ഇത് പഴയ ജനറേഷനോടൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. പക്ഷേ ഇനിയുള്ള ജനറേഷന് കുറേ പേർക്കെങ്കിലും മനസ്സിലാവും. പക്ഷേ ആ രീതിയിൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുക. ആണായാലും പെണ്ണായാലും, പെൺകുട്ടികളാണെങ്കിലും കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഭർത്താക്കന്മാരെ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം പാടില്ല. അവരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും, പരസ്പര ബഹുമാനമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അച്ഛനമ്മമാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം നല്ല ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുന്ന ജോലി അല്ലെങ്കിൽ ഒരു ഉറപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക്, ജോലിക്കപ്പുറത്തേക്ക് ഇപ്പോൾ ഗവൺമെൻറ് ജോബോ പ്രൈവറ്റ് ജോബോ എന്നുള്ളതല്ല, ബിസിനസ്സാകാം, സ്വന്തം കാലിൽ നിൽക്കുന്ന കാര്യം അത് ചെയ്യാനായിട്ട് സഹായിക്കണം. അതിനുവേണ്ട സപ്പോർട്ട് സിസ്റ്റം കൊടുക്കണം. അത് ഏത് സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി ആയാലും, ഏറ്റവും പൈസക്കാരായാലും പൈസ ഇല്ലാത്തവരാണെങ്കിലും ഏറ്റവും പാവപ്പെട്ടവരാണെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ളൊരു മാർഗ്ഗം. പല പല കാര്യങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും കൈത്തൊഴിലെങ്കിലും പഠിപ്പിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്, ചെറിയ പരിപാടികളൊക്കെ ചെയ്യാനെങ്കിലും കെൽപ്പുള്ളവരാക്കി വിടണം. അതായത് പെട്ടെന്നൊരു സേഫ് എന്ന് വിചാരിച്ച ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും നടുകടലിലേക്ക് എടുത്തിടുന്ന പോലെ സമൂഹത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്താകുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഇറങ്ങി പോകേണ്ട അവസ്ഥ വരുമ്പോൾ അയ്യോ ഒന്നുമില്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണല്ലോ, അത് ആവരുത്. അപ്പോഴും അവർക്കൊരു ധൈര്യം ഉണ്ടാകണം. കുഴപ്പമില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല, എനിക്കതിനുള്ള ശക്തിയുണ്ട്, എൻ്റെ മക്കളെ നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കാനും എനിക്കൊരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് തോന്നി ഈ ഒരു ഇഷ്യൂ മാറിക്കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും മനസ്സ് ഭയങ്കര സ്ട്രോങ് അല്ല. അപ്പോൾ ആ സ്ട്രോങ് ആയിട്ടുള്ള മനസ്സുള്ള ആൾക്കാരാക്കി മാറ്റാനായിട്ടാണ് കുട്ടികളെ ആദ്യമേ തന്നെ പഠിപ്പിച്ചത്. ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വീക്കായി പോകുന്ന, വിഷമിക്കുന്ന അങ്ങനെ ആൾക്കാരെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് തുടക്കത്തിലേ നമ്മൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഉള്ള ജനറേഷനോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ യങ്സ്റ്റേഴ്സായിട്ടുള്ളവരോടും പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ. നിങ്ങൾ ആരും തന്നെ പെട്ടെന്നുള്ള ഒരു വികാര വിക്ഷോഭത്തിൽ, ഇമോഷൻസിൽ പ്രവർത്തിക്കാതെ ഒരല്പം സമയം കൊടുത്താൽ മതി. മനസ്സിനെ ഒന്ന് ശാന്തരാക്കുക, ഒന്ന് ചിന്തിക്കുക. മരണത്തിലേക്ക് പോകുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് വേറൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും.
ഇത് ലോക അവസാനമല്ല. ഇപ്പോൾ ഒരു ചീത്ത കാര്യമാണെങ്കിലും ചിലപ്പോൾ ഒരു 5-6 വർഷമായിട്ട് കഷ്ടകാലമായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. കുഴപ്പമില്ല, ഇനിയും വർഷങ്ങളുണ്ട്. നിങ്ങൾക്ക് മരിക്കാൻ എത്രയോ വർഷങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്രയോ 20 വർഷം 30 വർഷം 40 വർഷം ജീവിക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ല ലൈഫ് ഇനിയും വരാനുണ്ട്. ലുക്ക് ഫോർവേഡ് ചെയ്യാനുണ്ട്. ചിന്തിക്കുക വേണ്ട ഇതാണ് ലോകാവസാനം, എനിക്കിതിങ്ങനെ കിട്ടി, എനിക്കിങ്ങനെ ഒരു ലൈഫായി ഞാൻ നശിച്ചു എന്ന് വിചാരിക്കരുത്. എത്രയോ ഭാര്യമാരുണ്ട് ഇവിടെ സഫർ ചെയ്ത് കഴിയുന്നു എന്ന് പറയും. എനിക്ക് കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ അറിയാലോ, ഞങ്ങൾ സഹിച്ച് കഴിയാണ് ചേച്ചി എന്ന് പറയും. അതൊക്കെ പഴയ ജനറേഷൻ്റെ ആൾക്കാരാണ്, അവർക്കൊന്നും വേറെ നിവൃത്തിയില്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ തീരെ നിവൃത്തിയില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയുള്ളവർ ആ രീതിയിലായിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സ്ട്രോങ് ആകുക, മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല എക്സസൈസൊക്കെ ചെയ്ത് ഇനിയുള്ള കുട്ടികളെയൊക്കെ നല്ലതായിട്ട് കറാട്ടയും പിന്നെ എന്താ പറയുക അങ്ങനത്തെ കളരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുക. ഒരു റെസിസ്റ്റൻസിന് വേണ്ട കാര്യങ്ങൾ മെൻ്റലി സ്ട്രോങ് ആക്കുക, ഫിനാൻഷ്യലിയും സ്ട്രോങ് ആക്കുക, സ്റ്റേബിൾ ആക്കുക. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാർ കഴിയുന്നിടത്തോളം നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് ലൈഫ്. എങ്കിലും തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ മരണത്തിനപ്പുറത്തേക്ക് മരണം എന്നുള്ളതല്ല അവസാന വാക്ക്. വേറെ നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. തീർച്ചയായിട്ടും മരണം സെലക്ട് ചെയ്യരുത്. സ്ട്രോങ് ആയിരിക്കുക. എനിക്കത്ര പറയാനുള്ളൂ. പാരൻസിൻ്റെ ഫുൾ സപ്പോർട്ട് കൊടുക്കണം. ഏതൊരു അവസ്ഥയിലും അവരോടൊപ്പം ഉണ്ടാകണം. അപ്പം ഇത്തരം ഒരുപാട് ഇൻസിഡൻസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. എനിക്കത് ഭയങ്കരമായിട്ട് തന്നെ മെൻ്റലി ഹറാസ് ചെയ്ത് എത്രയോ ദിവസങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. കാര്യം നമുക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ ചിന്തിക്കും, ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു അവസ്ഥ. അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ, അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സങ്കടമാണ്. നമുക്ക് അവരെയൊന്നും അറിയില്ല, പേഴ്സണലി അറിയില്ല, എങ്കിൽ അവരുടെ ആ ഒരു ട്രോമയും ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാകും. അതാണ് സത്യാവസ്ഥ. എന്തായാലും ഓക്കെ. അപ്പോൾ ഇന്നത്തെ മൺഡേ മോട്ടിവേഷൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. നമ്മുടെ ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്, കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ.